അച്ഛൻ ഇനി പുതിയതായിട്ട് ഏത് പടമാണ് എടുക്കുന്നത്? അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക? ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് അറിയാവില്ല, ലാസ്റ്റ് പടം അറിയാവോ? അയാളും ഞാനും തമ്മിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നല്ല ഗ്യാപ്പുണ്ട്, 3 കൊല്ലമായി. ഇപ്പം ഈ വർഷം 2016 2 പടം ചെയ്യുന്നുണ്ട്. അതും മക്കളെഴുതുന്നു. മക്കളുള്ളിടത്തോളം കാലം അവരെ കൊണ്ട് അവരെഴുതി തരണമല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ വേറെ സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചാൽ അല്ല, ഇപ്പം മക്കൾ എഴുതുന്നതുകൊണ്ട് 2 പടം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ 2 അവർ ഓൾറെഡി ഓക്കെയാണ്. അപ്പം അതൊന്നും നടക്കട്ടെ. എല്ലാ വർഷവും പടം എടുക്കാൻ. അപ്പം ഈ കഥ ഇവ കേൾക്കുമ്പോൾ അച്ഛൻ അഭിപ്രായമൊക്കെ പറയുമല്ലേ? കൊമേഴ്ഷ്യൽ വൈസ് അച്ഛൻ തിങ്ക് ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും. ഐ മീൻ അത് അവിടെ പക്ക ഒരു പ്രൊഡ്യൂസർ ആയിരിക്കാം. അല്ല, പക്ക പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനെടുത്ത സിനിമകളെല്ലാം പറ്റും കൊമേഴ്ഷ്യൽ ഹിറ്റൊന്നുമല്ല. കുറേ നല്ല പടങ്ങൾ എടുക്കാൻ പറ്റി. അതായത് ആ സംവിധായകരുടെയും എഴുത്തുകാരുടെയും ഗുണം കൊണ്ടാണ്. ഞാൻ 18 പടം എടുത്തു. ഈ 18 പടവും പിന്നെ പല ഡയറക്ടേഴ്സാണല്ലോ. അപ്പോൾ അവർ അത് എഴുതിയവർ എല്ലാവരും നല്ല വർക്കാണ് ചെയ്തത്. അല്ല, അപ്പോൾ അച്ഛാ ഈ 18 പടം എടുത്തതിൻ്റെ കൂട്ടത്തിൽ എങ്ങാനും ഒരു നല്ല കഥ കേട്ടേച്ച് എടുക്കാൻ പറ്റാഞ്ഞ പോയ എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ? എടുക്കാൻ പോയ പടമുണ്ട്. ഏതാച്ചാ? പത്മരാജൻ ചെയ്ത ഇന്നലെ എന്നൊരു പടമില്ലേ, അത് എൻ്റെ കയ്യിലിരുന്ന ആ സ്ക്രിപ്റ്റ്. അത് കാരണം കൂടെവിടെ എഴുതിയ വാസന്തിയുടെ നോവലാണ്. അതും കൂടെവിടെ വാസന്തി എഴുതിയത് അതിൻ്റെ നോവൽ. ആ കൂട്ടത്തിൽ ഇന്നലെ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ റൈറ്റ് മേടിച്ച് വെച്ചതാണ്. റൈറ്റ് മേടിച്ച് വെച്ചിട്ട് പറ്റിയത് എന്നാന്ന് വെച്ചാൽ അന്ന് പ്ലാൻ ചെയ്ത് മമ്മൂട്ടിയെ മോഹൻലാലിനെയും കൂടെ അഭിനയിപ്പിക്കാം. അതായത് ജയറാം ചെയ്തതും സുരേഷ് ഗോപി ചെയ്തതും കൂടെ അങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേ ശ്രമം നടത്തി. എന്തുകൊണ്ടോ ഇവരെ ഒരുമിച്ച് കിട്ടുന്നില്ല. അന്ന് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു ഇവർ രണ്ടും ഇല്ലെങ്കിൽ മുമ്പോട്ട് പോയാൽ ബിസിനസ് കിട്ടത്തില്ല. അതാണ്. അപ്പോൾ ഞാൻ വലിയ ധനവാനായ പ്രൊഡ്യൂസറൊന്നും അല്ലല്ലോ. അപ്പം ഇച്ചിരി പുറകോട്ട് പോയിരുന്നു, മടിയുണ്ടായി. അപ്പോഴത്തേക്കും അങ്ങേർക്ക് വേറൊരു പ്രൊഡ്യൂസർ വന്നപ്പോഴത്തേനോട് ചോദിച്ചു റൈറ്റും കൊടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ശരി ചെയ്യുക, ഒരു സിനിമയല്ലേ. പക്ഷേ ഇപ്പോഴും കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. ശരിയാ, നല്ലൊരു കഥയും ചെയ്യേണ്ടതായിരുന്നു. ശരിയാ, നല്ലൊരു കഥയാ. കാരണം വെച്ചാൽ അച്ഛൻ ചെയ്തേക്കുന്ന മിക്കതും നല്ല കഥ. അല്ല ഒത്തു വന്നതാ. അതേപോലെ അച്ഛൻ പാട്ടിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെ ഈ സിനിമയിലുള്ള പാട്ടുകളും ചില പാട്ട് അത് മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ ജോൺസണും ഔസപ്പച്ചനും വെങ്കടേശും അവരൊക്കെ ചെയ്ത. ഗിരീഷ് ഏട്ടൻ ഏത് പടത്തില? ജോണി വോക്കറിലോ? ശരിയാ, നല്ല പാട്ട്. ജോണി വോക്കറിലെ അത് ശാന്തമീ രാത്രി ഒക്കെ ആണ് അന്നത്തെ കാലത്ത്. ഗിരീഷ് ഏട്ടൻ എങ്ങനെയാ കാണുന്നേ? അതൊക്കെ സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇവിടെ ഒരു വേദനയാ. ശരിക്കും വേദനയുണ്ട്. ഒരു പാവം പിടിച്ച മനുഷ്യൻ. പാവം എന്ന് പറഞ്ഞാൽ ഡൗൺ ടു ദ എർത്ത് ആണ്. ഏറും സാധുവായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ലാസ്റ്റ് സമയമായപ്പോഴത്തേനും സിനിമയുടെ മായിക വലയങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ പെട്ടുപോയതാ. അതുപോലെ എൻ്റെ വീടപ്പൂൻ്റെയും പാട്ട് എഴുതാൻ വന്നപ്പോൾ എൻ്റെ മക്കളാണ് സ്ക്രിപ്റ്റ് എഴുതുന്നതെന്ന് അറിഞ്ഞ് പാട്ടെഴുതി കഴിഞ്ഞ് പോകാൻ നേരത്ത് ഗിരീഷ് ഒരു പേനയെടുത്ത് എൻ്റെ മകൻ സഞ്ജയൻ്റെ കൊടുത്തു. ഇത് വെച്ചോളാൻ പറഞ്ഞു. ആ പേന ഇപ്പോഴും എൻ്റെ മകൻ സൂക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ ഗിരീഷേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, നമുക്കൊരു ഫീലിംഗ് വരികയല്ലേ അച്ഛാ. എനിക്ക് ഒരു ഗിരീഷേട്ടൻ എഴുതി ഏതെങ്കിലും ഒരു നല്ല 2 വരി. അല്ല, എനിക്ക് ഗിരീഷിൻ്റെ വരികളെ പറ്റിയല്ല, ഇവർ ധാരാളം പാട്ടുകളുണ്ടെങ്കിലും ഞാൻ അതങ്ങനെ മനസ്സിൽ അങ്ങനെ കൊണ്ട് അത് ഒരു പക്ഷേ ആയിരിക്കും, ഒരു പക്ഷേ ആ പാട്ടല്ല, അല്ലാത്ത കുറേ പാട്ടുകൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നൊക്കെ. ഇപ്പം പഴയ എൻ്റെ മനസ്സിൽ മലയാള സിനിമയിലെ പാട്ടുകൾ ഞാൻ ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു പ്രേമഗാനമുണ്ട്, യേശുദാസിൻ്റെയാണ്. ഒന്ന് ഊഹിച്ച് പറയാമോ ഏതായിരിക്കാം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ വലിയ നമുക്ക് പ്രായവ്യത്യാസം ഇല്ലെങ്കിൽ എനിക്ക് ഓർമ്മ കുറവാ. എന്നാലും 5-6 വയസ്സിന് വ്യത്യാസമില്ല. പിന്നെ എനിക്ക് അന്നേരം അച്ഛൻ്റെ അത്ര ഓർമ്മ ഉണ്ടാവുകയല്ല. എനിക്ക് ഇച്ചിരി കൂടുതലല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഭാർഗവി നിലയത്തിൽ ബാബുരാജ് സംഗീതം നൽകി ഭാസ്കരൻ മാഷ് എഴുതിയൊരു പാട്ടുണ്ട്. താമസമെന്തേ വരുവാൻ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ.
വളരെ ഇഷ്ടമുള്ള പാട്ട്. ഇത് ഈ വാക്കുകളൊക്കെ എന്ത് ടച്ചിങ് വളരെ ആയിട്ടാണ് സിമ്പിൾ. അച്ചായന്റെ മനസ്സിനകത്ത് ഒരു കാമുകൻ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. എനിക്ക് പാടി പിടിച്ചല്ലേ? പിന്നെ പിടിച്ചു. പിന്നെ ചേച്ചിയോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ചേച്ചിയോട് ചോദിക്കാനൊന്നുമില്ല, ഈ പാട്ടൊക്കെ കേട്ട് വീണതാ. ആന്നോ? ഇത് എവിടെ പോയാ പാടി കേൾപ്പിച്ചേ? കോളേജില്. അല്ല പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ വേറെ ക്ലാസ് ആന്നേ ഉള്ളൂ. അതൊന്നും വലിയ കാര്യമല്ലല്ലോ, വേറെ ക്ലാസ് ആന്നേലും. അവിടെ മ്യൂസിക്കൽ ഈവനിങ് ഉണ്ട് എവരി ഫ്രൈഡേ. അപ്പം ഞാനൊക്കെ അതിൻ്റെ ആളാണ്. എല്ലാ ആഴ്ചയിലും പോയി പാട്ട് പാടും. വൈകുന്നേരം കൂടി വിത്ത് ഓർക്കസ്ട്ര. കുമരൻ രാജപ്പനും അവരൊക്കെയാണ് നമ്മുടെ ഓർക്കസ്ട്ര. ഈ പാർട്ടി ഒരു പെണ്ണിങ്ങനെ ഫ്രണ്ട് വന്നിരുന്ന നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ കണ്ണുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കും. പാട്ട് പാടി 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 അധികം വളച്ചു വിട്ടുണ്ടല്ലോ, പ്രേമമായി. അങ്ങനെ പ്രേമിച്ച്, പക്ഷെ ഒരു പ്രേമവിവാഹമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, പരസ്പരം പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ജ്യേഷ്ഠനോട് പറഞ്ഞു. ജ്യേഷ്ഠനും ഭാര്യ ജോസ്പ്രാജും ഭാര്യയും കൂടെ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു, കല്യാണം നടന്നു. പക്ഷേ പാട്ടിലാണ് വീണത്. ഈ പാട്ടൊക്കെ പെടും. ശരിക്കും അച്ചായനാണെങ്കിൽ ബിഗ് സ്ക്രീനിലും ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി, അതേപോലെ മിനി സ്ക്രീനിലും ഇല്ലേ? അതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് എങ്ങനെയാ ചായ വരുന്നത്? അല്ല, ഡിഫറൻസ് ആക്ടിങ്ങിൽ നമുക്കൊരു നടനോ നടിക്കോ ഒന്നും വ്യത്യാസമൊന്നും ഒരു സ്ക്രീൻ ടെക്നീഷ്യൻ വൈസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വൈസ് അല്ല. പ്രൊഡക്ഷൻ വൈസ് വരുമ്പോൾ നമുക്ക് സീരിയലിനെ പറ്റി ഒരു കൺസെപ്റ്റ് ഉള്ള എന്നാന്ന് വെച്ചാൽ ദിവസം 4-5 എപ്പിസോഡ് എടുത്തേക്കുക, 3 എപ്പിസോഡ് എടുത്ത് തല്ലിക്കുട്ടി വെക്കുക. അതിനോട് എതിർപ്പുള്ള ആളാണ് ഞാൻ. 3 സീരിയൽ നിർമ്മിച്ചിട്ടുണ്ട്. അവസ്ഥാന്തരങ്ങൾ, അവിചാരിതം, ആഗ്നേയം. പറയാമല്ലോ, ഈ 3 സീരിയലിനും ബെസ്റ്റ് സീരിയൽ അവാർഡ് കേരള ഗവൺമെൻറ്റിന് കിട്ടി. ഒരു പ്രൊഡ്യൂസർക്കും അവകാശപ്പെടാനില്ലാത്തൊരു കാര്യമാണ് മലയാളത്തിൽ. ഞാൻ 3 സീരിയൽ എടുത്തുള്ളൂ, പക്ഷേ അതൊക്കെ 40 എപ്പിസോഡ് 20 എപ്പിസോഡ് ഒക്കെയാണ്. എനിക്കങ്ങനെ ഞാനൊരു സീരിയസ് ആയിട്ട് ഈ മീഡിയയെ കാണുന്ന ആളാണ്. ഒരു 500 എപ്പിസോഡ് എടുത്തിട്ട് കഥ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതിനോട് എതിർപ്പുള്ള ആളുമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ സീരിയലൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഞാനിപ്പോൾ അവരെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. അത് ബിസിനസ്സാണ്, പൈസ കിട്ടുന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ താല്പര്യക്കുറവാണ്. ഒരു കഥ എവിടെ തീരുന്നു അവിടെ തീർക്കണം. പക്ഷേ എനിക്കിപ്പോൾ അജയൻ പറഞ്ഞോട് യോജിപ്പ്. 40 ആകുമ്പോഴത്തേക്ക് നമുക്കൊരു കഥ കറക്റ്റായിട്ട് മനസ്സിലാവും. കോമ്പാക്റ്റ്. അപ്പോൾ ഒരു സിനിമ നമ്മൾ 2.25 മണിക്കൂർ 2.5 മണിക്കൂർ കാണുന്ന അവിടെ തീരുക, അത് പിന്നെ അങ്ങോട്ടില്ലത്. അത് ശരിയാണ്. അതേപോലെ തന്നെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് സീരിയൽ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ വ്യക്തിപരമായിട്ട്. ഒരു പാട്ടൂടെ പഴയത് എന്റെ പാട്ട് പാട്ട് ചീത്തയെന്നറിയാലോ. ഞാൻ ഇത്രയും നേരം അയ്യോ ഞാൻ പാടിയ ഈ ഷോ നിന്നു വേണ്ട. അയ്യോ വേണ്ട, എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകര് ദിവസം എന്നെ ഇഷ്ടപ്പെട്ടോണ്ട് വരുന്നതൊക്കെ പോകും. അതെ, അച്ഛൻ പാടിയാ മതി. റാഫിയുടെ നമ്മളെ പാടിയില്ലേ, ആദി ബർമന്റെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടറാ. അന്ന് മതി, അദ്ദേഹം ചെയ്ത ഒരു പാട്ട് മതി. അദ്ദേഹം ചെയ്ത പാട്ടുകൾ ഏതെങ്കിലും മനസ്സിൽ കിടപ്പുണ്ടോ? ഒത്തിരി പാട്ടുള്ളതുകൊണ്ട് എന്നാ പിന്നെ അച്ഛന് ഇഷ്ടമുള്ള മനസ്സിലുള്ള ഒരു പാട്ട് പാടും. അല്ലെങ്കിൽ ഇതൊക്കെ പോയിട്ട് ചേർത്തിയ മനസ്സിൽ ആലോചിച്ചൊരു നല്ല പാട്ട് പാടിയേ ഞാൻ നോക്കട്ടെ. ഷോഗാനോ? ഷോഗാനോ? അന്ന് പ്രേമഗാനായിരുന്നു. ഷോഗാനം പാടേ അങ്ങനെയൊന്നുമില്ലേ? ഒന്ന് ഉറപ്പിച്ചേ. ബാക്കി എല്ലാ പാട്ടും വിട്ടു, ചേട്ടത്തി മനസ്സിൽ വെച്ചോ. അന്നേരം ഒരു പാട്ട് പാടിയേ. ജൽത്തെ ഹൈ ജിസ്കേ ലിയേ തേരി ആँखों के दिए ढूंढ लाया हूँ वही गीत में तेरे लिए जलते हैं जिसके लिए. നല്ലൊരു പാട്ടാണ് അത്. കാണണം കേട്ടോ ആ പടം. തീർച്ചയായിട്ടും അവാർഡുകൾ ഒത്തിരി വാരി കൂട്ടിയ പടമാണ് സുജാത.